ഏവർക്കും ട്രിവാൻഡ്രം ഓട്ടോ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൂടെ നിൽക്കുന്നത് 2025 മോഡൽ ഗ്രാൻഡ് വിത്താര സിഗ്മയോടൊപ്പമാണ്. നമുക്കറിയാം ഒട്ടനവധി മാറ്റങ്ങളോടെയാണ് 2025 സിഗ്മ മോഡലിലെ ഗ്രാൻഡ് വിത്താര അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഈ എപ്പിസോഡിൽ സിഗ്മയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് കാണാം. 2025 മോഡൽ ഗ്രാൻഡ് വിത്താര സിഗ്മയുടെ ഫ്രണ്ട് വ്യൂവിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം എടുത്ത് പറയേണ്ടത് ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ് ആണ്. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിൽ വരുന്ന ഡേ ടൈം റണ്ണിംഗ് ലാംപ്സ് ആണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കിലാണ് നമുക്ക് വരുന്നത്. അതിന്റെ താഴെ തന്നെ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഒരു മഞ്ഞ കളർ വെട്ടമാണ്. നൈറ്റ് ടൈമിൽ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ക്ലിയർ ആയിട്ട് റോഡ് വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ ക്രോമിയം ഗ്രിൽസ് ആണ്, വളരെ വിശാലമായ വലിയ രീതിയിലുള്ള ക്രോമിയം ഗ്രിൽസ് ആണ് വരുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ഗ്രില്ലിന്റെ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. തൊട്ട് മേളിലായി സുസുക്കിയുടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നു. പിന്നെ താഴെ വരുമ്പോൾ എടുത്ത് പറയേണ്ടത് നമുക്കറിയാം ഒരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റ് ആണ് നമുക്ക് ഗ്രാൻഡ് വിത്താര സിഗ്മയിൽ വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഗ്രാൻഡ് വിത്താരയുടെ ഫ്രണ്ട്, പിന്നെ മാത്രമല്ല ബോണറ്റ് വളരെ വിശാലമായ ബോണറ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഗ്രാൻഡ് വിത്താര സിഗ്മയിൽ നമുക്ക് ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, പിന്നെ നമുക്ക് വന്നിട്ട് ഗ്ലോസി ബ്ലാക്കിന്റെ ഫ്രണ്ട് ഗ്രിൽസ് വരുന്നുണ്ട്. പിന്നെ താഴെ വരുമ്പോഴത്തേക്കും സിൽവർ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ലുക്ക് തന്നെയാണ് ഗ്രാൻഡ് വിത്താര സിഗ്മയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്ന ഒരു വശക്കാഴ്ചയാണ്. വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം സ്കിഡ് പ്ലേറ്റ് നമുക്ക് സൈഡിലുണ്ട്. മാത്രമല്ല നമുക്ക് ഒരു വീലാർച്ച് ക്ലാഡിങ്ങും, ബ്ലാക്ക് കളറുള്ള വീലാർച്ച് ക്ലാഡിങ്ങും വരുന്നുണ്ട്. വീൽ സൈസിലൊന്നും വ്യത്യാസമില്ല. വീൽ സൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് 17 ഇഞ്ച് തന്നെയാണ് വരുന്നത്. 215 60 R17 വീലുകൾ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടും റിയറും ഡിസ്കുകളൊക്കെ തന്നെയാണ്, അതിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇനി എടുത്ത് പറയേണ്ടത് ഔട്ട്സൈഡ് മിററാണ്. ഔട്ട്സൈഡ് മിറർ വൈറ്റിനോട് ചേർന്നിട്ട് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നോർമൽ ബ്ലാക്ക് അല്ല, ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വൈറ്റുമായിട്ട് ചേർന്ന് വരുമ്പോഴത്തേക്കും ഒരു നല്ല രസം തന്നെയാണ് കാണാനായിട്ട്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ കീലെസ് എൻട്രി ആണ്, പറഞ്ഞല്ലോ എൻട്രി സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴെയും നമുക്ക് കാണാം ഒരു കറുത്ത കളർ ക്ലാഡിങ് ഇങ്ങനെ കൊടുത്തു പോയിട്ടുണ്ട്. വീലാർസ് ക്ലാഡിങ് പിറകിലും വരുന്നുണ്ട്. പിറകിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ പറഞ്ഞു ഇവിടെ ഒരു ക്രോമിയത്തിന്റെ എല്ലാം ഒരു ഗ്രേ ഫിനിഷുള്ള ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ പിറകിൽ വരുന്ന ടൈൽ ലാമ്പ് ഈ സൈഡിലേക്ക് ഇറങ്ങി ഇരിക്കുന്നതുകൊണ്ട് തന്നെ വശക്കാഴ്ച മൊത്തത്തിൽ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഗ്രാൻഡ് വിത്താര സിഗ്മയിൽ വന്നിരിക്കുന്നത്. അടുത്തൊരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് റിയർ വ്യൂ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റിയർ വ്യൂ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം പറയേണ്ടത് നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന തന്നെയാണ് ബേസ് ഓപ്ഷനിലും വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. LED ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. കാര്യം നമ്മൾ ഈ റെയിനി സിറ്റുവേഷനിലൊക്കെ വണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഡ്രൈവേഴ്സിന്, പിറകിൽ വരുന്ന ലോറി പോലുള്ള വാഹനങ്ങളിലോ ബസ്സിലോ ഒക്കെ ഇരിക്കുന്ന ഡ്രൈവേഴ്സിനും കാണുന്ന രീതിയിലുള്ള ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പാണ് വരുന്നത്. പിന്നെ റിയർ ഡീഫോഗേഴ്സും നമുക്ക് ബേസ് ഓപ്ഷൻ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് റിയർ ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. LED കണക്റ്റഡ് ടൈൽ ലാമ്പ് വരുന്നുണ്ട്. അതിന് നടുക്കായിട്ട് മാരുതി സുസുക്കിയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേസ് ഓപ്ഷനിൽ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. നമുക്കറിയാമല്ലോ നമ്മുടെ എഞ്ചിൻ സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ്. 21.5 വരെ മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ്. ഒരു ഡ്യുവൽ ബാറ്ററി സെറ്റപ്പിൽ വരുന്ന സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിൻ തന്നെയാണ് ബേസ് ഓപ്ഷനിൽ വരുന്നത്. തൊട്ട് താഴെയായിട്ട് ഒരു കറുത്ത ക്ലാഡിങ്, അതിനോടൊപ്പം ചേർന്ന് തന്നെ ഒരു സിൽവർ കളർ ക്ലാഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിയറിയും നോക്കുമ്പോൾ ഒരു കറക്റ്റ് ഒരു മാസീവ് SUV ലുക്ക് തന്നെയാണ് നമുക്ക് ഗ്രാൻഡ് വിത്താര സിഗ്മയിൽ കിട്ടുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന ബൂട്ട് സ്പേസ് ആണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ് ഗ്രാൻഡ് വിത്താര സിഗ്മയിലും വരുന്നത്. നമുക്ക് സിഗ്മ ബേസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പാർസൽ ട്രേ വരുന്നില്ല. പക്ഷെ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഇവിടെ ആംഗ്ലേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട് രണ്ട് സൈഡിലും നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വീൽ കപ്പുകളാണ്. നമുക്കറിയാം സിഗ്മയിൽ വന്നിട്ട് നമുക്ക് സ്റ്റീൽ വീലുകളാണ്, അതുകൊണ്ട് വീൽ കപ്പ് വരുന്നുണ്ട്. ഈവൻ സിഗ്മയിൽ പോലും നമുക്ക് 3 പേർക്കും ഹെഡ് റെസ്റ്റൈൻസ്, പിറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് 3 പേർക്കും ഹെഡ് റെസ്റ്റൈൻസും 3 പേർക്കും സീറ്റ് ബെൽറ്റും വരുന്നുണ്ട്. അത് സേഫ്റ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇപ്പം ബേസ് ഓപ്ഷനിൽ പോലും നമുക്ക് 6 എയർ ബാഗുകളാണ് വരുന്നത്. ആ എയർ ബാഗുകളുടെ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിറകിലും ഫ്രണ്ടിലും നമുക്ക് മൊത്തത്തിൽ സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഇപ്പം നമുക്ക് പുതിയ വണ്ടിയിൽ പങ്ചർ കിറ്റുകളാണ്, ടയറിന് പകരം നമുക്ക് പങ്ചർ കിറ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള വീൽ സ്പാൻഡർ, ജാക്കി, പങ്ചർ കിറ്റ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് നമുക്ക് ബൂട്ട് സ്പേസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ താഴെ കൂടി ഒരു ചെറിയ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് റിയറിൽ വരുന്നത്. അപ്പം അങ്ങനെ നമുക്ക് സ്പേസ് കൂട്ടാൻ പറ്റും. ഇനി റിയർ സീറ്റ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പിറകിലും പവർ വിൻഡോസ് അവൈലബിൾ ആണ്. പിറകിലും നമുക്ക് സ്പീക്കർ വയ്ക്കാനുള്ള ഒരു പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. ബോട്ടിൽ ഹോൾഡർ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഫാബ്രിക് ഇൻസർട്ടും കൂടി കൊടുത്തിട്ടുള്ളതുകൊണ്ട് കാണാനും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഡോർ ഹാൻഡിലിന്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗ്രേ ഫിനിഷ് കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം പിറകിലും AC വെന്റ് വരുന്നുണ്ട്. പിറകിൽ AC വെന്റ് വരുന്നതുകൊണ്ട് തന്നെ പിറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് നല്ല കൂളിംഗ് കിട്ടും. അപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോഴത്തേക്കും വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ പറഞ്ഞു 3 പേർക്കും ഹെഡ് റെസ്റ്റൈൻസ് ഉള്ള കാര്യം പറഞ്ഞു. മാത്രമല്ല നമുക്ക് വന്നിട്ട് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ 2 പേരാണ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് ഉപയോഗിക്കാം. പിറകിലെ പവർ വിൻഡോയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. 2 ടോണാണ് വരുന്ന, ഒരു ബർഗണ്ടിയും ഒരു ബ്ലാക്കും വരുന്ന ഒരു ഫിനിഷും അതൊരു ഗ്രേ ആക്സെന്റുമാണ് നമുക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈവൻ ബേസ് ഓപ്ഷനിൽ പോലും നമുക്ക് 2 വേ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ്. ഫസ്റ്റ് ഒരു പൊസിഷനിലും പിന്നെ അകത്തേക്ക് മടക്കാവുന്ന രീതിയിൽ 2 വേ അഡ്ജസ്റ്റബിൾ നമുക്ക് വരുന്നത് സീറ്റുകളാണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പൊസിഷൻ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത്.
പിന്നെ AC വെന്റ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആണ്. ഏറ്റവും 2600 mm ആണ് നമുക്ക് വരുന്ന വീൽ ബേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പേഷ്യസ് ആണ്. നമുക്ക് ലോങ് ഡ്രൈവ് പോകുമ്പോഴത്തേക്കും വളരെ വിശാലമായി ഇരിക്കാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ് റിയറിൽ വരുന്നത്. പിന്നെ ഡ്യുവൽ ക്യാബിൻ ലൈറ്റുകളാണ് നമുക്ക് സിഗ്മയിലും വരുന്നത്. നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ക്യാബിൻ ലൈറ്റുകൾ അവൈലബിൾ ആണ്. അതൊരു പേഴ്സണൽ റീഡിംഗ് ലാമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് പിറകിലും വളരെ നല്ലൊരു വെട്ടം, വാഹനത്തിനകത്തൊരു വെട്ടം കിട്ടുന്ന രീതിയിൽ രണ്ട് സൈഡിലും നമുക്ക് ക്യാബിൻ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് വിത്താരയുടെ ഫ്രണ്ട് ഡോറുകളാണ്. നമുക്കറിയാം 4 ഡോറും പവർ വിൻഡോസ് ആണ്. ഔട്ട്സൈഡ് മിറർ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇലക്ട്രിക്കലി ഫോൾഡബിൾ അല്ല. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ഡോറും പവർ വിൻഡോസ് ആണ്. നമുക്ക് മിറർ ലോക്ക്, അതായത് ഗ്ലാസ് ലോക്ക്, അതായത് കുട്ടികൾ ആരെങ്കിലും ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള ബട്ടണും ഡോർ ലോക്കും അൺലോക്കും ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാബ്രിക് ഇൻസെർട്ട് ആണ്. മാത്രമല്ല നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. സ്പീക്കർ കൊടുക്കാനുള്ള പൊസിഷൻ ഉണ്ട്, പക്ഷേ സ്പീക്കർ ഒന്നും തന്നെ നമുക്ക് ഇപ്പോഴത്തെ പുതിയ സിഗ്മയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തന്നെയാണ്. നമുക്ക് ഈ ബേസ് ഓപ്ഷനിൽ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും ടെലിസ്കോപ്പിക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സീറ്റുകൾ തന്നെ നല്ല ഫാബ്രിക് സീറ്റുകളാണ്. മാത്രമല്ല ബേസ് ഓപ്ഷനിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റും നമുക്ക് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ടോൺ ഇന്റീരിയർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒരു ബർഗണ്ടി ബ്ലാക്ക് ഫിനിഷ് ആണ്. അതോടൊപ്പം തന്നെ ഒരു ഗ്രേഡ് ഫിനിഷും കൂടി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം 6 എയർ ബാഗ്സ് ആണ് നമുക്ക് സിഗ്മയിൽ തൊട്ട് വരുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡോക്ക് കൊടുത്തിട്ടുണ്ട്. ഡോക്ക് 9 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരെ വയ്ക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് പ്ലേ ഡോക്കാണ്. തൊട്ട് താഴെയായിട്ട് AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് മനോഹരം തന്നെയാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് കഴിഞ്ഞാൽ എപ്പോഴും അതേ ടെമ്പറേച്ചറിൽ തന്നെ കാർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചാർജിങ് ചാർജിങ് ഔട്ട്ലെറ്റ് കൊടുക്കാനായിട്ടുള്ള സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് കാണുന്ന ബട്ടൺ എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് നമുക്ക് ESP ആണ്. അടുത്ത് വന്നിട്ട് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അതായത് നമ്മൾ സിഗ്നലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് വാഹനം ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി 180 സെക്കൻഡ് വരെ ഐഡിയയിൽ നിൽക്കും. അപ്പോൾ അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാനുവലിലാണ്, നമുക്ക് സിഗ്മ മാനുവലിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ എടുത്ത് പറയുമ്പോഴത്തേക്കും സ്പീഡോ മീറ്ററും RPM മീറ്ററും വരുന്നുണ്ട്. ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നുണ്ട്. അതിനകത്ത് ആവറേജ് ഫ്യൂൽ എക്കോണമി, റേഞ്ച്, പിന്നെ നമുക്ക് വന്നിട്ട് ഡ്രൈവിംഗ് ടൈം അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വഴി നമ്മൾ എത്ര ഫ്യൂല് ലാഭിച്ചു എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് നമുക്ക് ബേസ് ഓപ്ഷനിലും വരുന്നത്. പിന്നെ സ്പീഡോ മീറ്ററും RPM മീറ്ററിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ക്യാബിൻ ലൈറ്റുകളാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ ക്യാബിൻ ലൈറ്റുകൾ വരുന്നുണ്ട്, സൺവൈസേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഗ്രാൻഡ് വിത്താര സിഗ്മയുടെ ഇന്റീരിയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡ് വിത്താര സിഗ്മ എടുത്തു പറയേണ്ട ഒരു കാര്യം, സീറ്റ് ഇപ്പം ഫിക്സഡ് ഹൈറ്റ് ആക്കിയെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഹൈറ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഏറ്റവും അപ്പർ പോർഷനിൽ ഇട്ടാൽ കിട്ടുന്ന ഒരു ഹൈറ്റിനെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. റോഡ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സീറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇതൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിന്റെ കീ നമുക്ക് കീലെസ് എൻട്രി ആണ്. അപ്പോൾ നമ്മുടെ കീ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഗ്രാൻഡ് വിത്താര സിഗ്മയുടെ കീ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷനെ പോലെ തന്നെയാണ്. സെയിം കീ തന്നെയാണ് നമുക്ക് സിഗ്മ വേരിയന്റിലും വരുന്നത്. നോക്കുന്ന ഇതിന്റെ എഞ്ചിനാണ്. നമുക്കറിയാം 1.5 ലിറ്റർ സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ് നമുക്ക് വരുന്നത്. 21.5 മൈലേജ് ആണ്. നമുക്ക് 1497 cc ആണ്. 103 bhp ആണ് പവർ വരുന്നത്. ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന K സീരീസ് എഞ്ചിനുകളിൽ ഒന്നാണ് ഈ K15 സീരീസ് എഞ്ചിൻ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് തരുന്ന ഒരു എഞ്ചിനാണ്. പിന്നെ ഇതിന്റെ സേഫ്റ്റി ഫീച്ചറിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് 6 എയർ ബാഗിന്റെ സേഫ്റ്റി വരുന്നുണ്ട്. എല്ലാവർക്കും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടൽ ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ, ഫ്രണ്ടൽ ഓഫ്സെറ്റ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ, സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ തുടങ്ങി പിന്നെ 4 വീലും ഡിസ്ക് ബ്രേക്ക്, വലിയ വീലുകൾ, റിവേഴ്സ് സെൻസർ, അങ്ങനെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്ന നല്ല ഭാരമുള്ള ഒരു വാഹനമാണ് ഗ്രാൻഡ് വിത്താര. ആർക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഗ്രാൻഡ് വിത്താര. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും ഇല്ല. പക്ഷെ നമുക്ക് ഗ്രാൻഡ് വിത്താര സിഗ്മയിൽ നമുക്കിപ്പോൾ വൈറ്റ് കളറിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക.